അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കിയത് കേട്ടില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള മുതിർന്ന നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ ഭാരവാഹികൾ, വിസ്ഡം സ്റ്റുഡൻസ് ഭാരവാഹികൾ, യൂത്തിൻ്റെ നേതാക്കന്മാർ, സദസ്സിലുള്ള ഈ ടീൻ സ്പേസിന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥി വിഭാഗത്തിൽ ഈ അടുത്ത കാലത്ത് ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. നിങ്ങളുടെ സ്കൂളുകളിലും അതുപോലെ +1, +2 സ്ഥാപനങ്ങളിലുമൊക്കെ ഒരുപാട് സംഘടനകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തികയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ള സംഘടനയ്ക്ക് പേരിടാൻ. പക്ഷെ നമ്മൾ കേവലം ഒരു സംഘടനയുടെ പേരിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. നേരെ മറിച്ച് നിരന്തരമായി നിങ്ങളെപ്പോലെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് എന്താണ് നാം വിശ്വസിക്കേണ്ടത്, എന്താണ് നാം പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, മനുഷ്യജീവിതം ഈ ദുനിയാവിൽ അങ്ങ് അവസാനിച്ചു പോകുമോ, അല്ല അതിനപ്പുറത്തേക്ക് അറ്റമില്ലാത്ത അവസാനമില്ലാത്ത ഒരു പരലോക ജീവിതം, എന്താണ് അതിൻ്റെ അവസ്ഥ, മരണത്തിന് ശേഷം മനുഷ്യരെത്തിപ്പെടുന്ന ആ ബർസഖിയായ ലോകവും അതിനപ്പുറത്തുള്ള പരലോകവും, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് ജീവിതത്തെ അതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരു തലമുറയായി നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ മാറ്റാൻ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് കഠിനമായ പരിശ്രമത്തിലാണ്. അതിനുവേണ്ടിയുള്ള CRE ക്ലാസുകൾ, അതുപോലെ മറ്റ് വിദ്യാർത്ഥി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ, പരിശീലന പരിപാടികൾ, മഹബ്ബ, മവദ്ദ, ഇങ്ങനെ 100 കൂട്ടം പരിപാടികളുമായി യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനമാണ് വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിക്കുന്നത്. സഹോദരന്മാരെ, ഇന്ന് ഈ 100 കണക്കിന് കുട്ടികൾ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയത് നിരന്തരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കാരണം നിങ്ങൾ കുറഞ്ഞ ഒരു കാലം കൊണ്ട് ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യേണ്ട ഉന്നത പൗരന്മാരായി വളർന്നു വരേണ്ട ആളുകളാണ്. നിങ്ങൾ ഒരുപക്ഷെ അധ്യാപകരായിരിക്കും, അതല്ലെങ്കിൽ നല്ല ഗവൺമെൻറ് ജോലികളിൽ ഉള്ളവരായിരിക്കും, അതല്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കും. അങ്ങനെ നിങ്ങൾ വളർന്നു വരുമ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികളായി നിങ്ങൾക്കുണ്ടാകണം. അതിന് വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ആവശ്യമായ ആശയവിനിമയം നിങ്ങളുമായി നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്കൂളുകളിൽ വെച്ച് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടുന്നുണ്ട്. കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ബോട്ടണിയിലും, ഇങ്ങനെ ഒരുപാട് ശാസ്ത്രീയ ശാഖകളിൽ ഇംഗ്ലീഷിലും അറബിക്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകന്മാർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ മനുഷ്യരെന്ന നിലയ്ക്ക് നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സ്കൂളിൽ നമുക്ക് കിട്ടുന്നില്ല. ആരാണ് അള്ളാഹു, ആരാണ് പ്രവാചകൻ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങോട്ട് അയച്ചത്, അദ്ദേഹം എത്ര കാലമാണ് മക്കയിൽ ജീവിച്ചത്, എത്ര കാലമാണ് മദീനയിൽ ജീവിച്ചത്, എത്ര കൊല്ലം കൊണ്ടാണ് അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥം സന്ദേശമായി അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് മുഖേന അയച്ചു കൊടുത്തത്,
ഇങ്ങനെ ഒരുപാട് വിവരങ്ങളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്. മാതാപിതാക്കളോട് നാം പെരുമാറേണ്ട രീതി എങ്ങനെയാണ്, അവരെ അനുസരിക്കേണ്ടതിൻ്റെ നിർബന്ധ സ്വഭാവം എങ്ങനെയാണ്, മാതാപിതാക്കൾക്ക് നാം വലിയ സ്നേഹത്തോടു കൂടിയുള്ള മക്കളായി തീരണം. ആ മാതാപിതാക്കൾക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അവരുടെ പൊരുത്തവും സംതൃപ്തിയും സന്തോഷവുമാണ് നമ്മുടെ സന്തോഷം. അതുപോലെ കുടുംബജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അംഗങ്ങൾ, ജ്യേഷ്ഠനാകട്ടെ, അനുജനാകട്ടെ, പെങ്ങളാവട്ടെ, അമ്മാവനാകട്ടെ, അമ്മായിയാകട്ടെ, എളാപ്പയാകട്ടെ, മൂത്താപ്പയാകട്ടെ, ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളൊക്കെ നാം ചേർക്കണം, അവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്തുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ അതിൻ്റെ ചെറുപ്പ സന്ദർഭത്തിൽ തന്നെ മനസ്സിലാക്കി അതെല്ലാം ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്ന ഒരു സ്വഭാവം വേണം. കാരണം നിങ്ങളുടെ പള്ളിക്കൂടത്തിൻ്റെ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ ചില കഴുകന്മാർ കാത്തിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം. ആ പണമുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വൃത്തികെട്ട മാർഗങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. അതിലേറ്റവും മോശപ്പെട്ട ഒരു മാർഗമാണ് ലഹരി വിൽപ്പന. നിഷ്കളങ്കരായ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുട്ടികളെ ഈ ലഹരിയുടെ ഇരകളാക്കി അവർക്ക് ലഹരി സപ്ലൈ ചെയ്ത് അതിന് ചില കുടുക്സ് വഴികളും കുറുക്ക് വഴികളും കണ്ടെത്തി നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ ഈ കുട്ടികളിൽ പൈശാചികത, ശൈതാനീയത്ത് പടർത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു തവണ അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാളെയും മറ്റന്നാളും അടുത്ത അവസാനം അതിൻ്റെ അടിമയായി തീരും. വളരെ ആറ്റുനോറ്റ് ചെറുപ്പത്തിൽ ഓമനിച്ച് വളർത്തിയ തൻ്റെ മകൻ ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എത്തുമ്പോഴേക്ക് തൻ്റെ കുടുംബത്തിനെന്നും ഭാരവും ദുഃഖവും സങ്കടവും സമ്മാനിക്കുന്ന ഒരു കുട്ടിയായി തീരും. അതിന് കാരണക്കാരൻ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഈ കഴുകന്മാരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ പ്രവർത്തകനാണെങ്കിൽ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം കഴുകന്മാരെ നിരീക്ഷിക്കുകയും ഉത്തരവാദപ്പെട്ട പോലീസിലോ അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുതിർന്ന പ്രവർത്തകരെയോ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ അവനെ തൂക്കിയെടുക്കണം. ഒരു നിലക്കും നമ്മളെ നശിപ്പിക്കാൻ, നമ്മുടെ സ്വഭാവത്തെ നശിപ്പിക്കാൻ, നമ്മുടെ പഠനത്തെ ബുദ്ധിമുട്ടാക്കാൻ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുഴുവനും നമ്മൾ എന്നും സങ്കടം സമ്മാനിക്കുന്ന അതിനാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൻ്റെ കാലമാണ്. എല്ലാവരുടെ കയ്യിലും ഈ കോവിഡ് കാലത്ത് മൊബൈൽ, കാരണം ക്ലാസ്സൊക്കെ ഓൺലൈനിലായിരുന്നു. പക്ഷേ സാധാരണ സ്വഭാവത്തിലേക്ക് ക്ലാസ് റൂമിലേക്കൊക്കെ നിങ്ങൾ മടങ്ങിച്ചെന്നപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു മൊബൈലുണ്ട്. ഒരുപക്ഷേ സ്കൂളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നില്ലായിരിക്കാം. എന്നാൽ ആ മൊബൈൽ വളരെ അനുഗ്രഹമാണ്, നല്ല ഗുണമുള്ള കാര്യമാണ്. എല്ലാ നിലക്കും നമുക്ക് വളരെയധികം വിജ്ഞാനവും അറിവും തരുന്ന, സമൂഹവുമായി നമുക്ക് ബന്ധപ്പെടാവുന്ന, സ്നേഹിതന്മാരുമായി നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരു വലിയ മാധ്യമമാണ് നമ്മുടെ മൊബൈൽ. അതേസമയം അത് ഒരു വിഷസർപ്പമാണ്. ഏത് സമയത്തും നമ്മളെ തോന്നിവാസത്തിലേക്കും തെറ്റായ കാര്യങ്ങളിലേക്കും കൊണ്ടുപോകാൻ ആവശ്യമായ ഒരുപാട് വൃത്തികേടുകളാണ് അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ശരിയായി നമ്മളെ നിരീക്ഷിക്കുന്ന, പടച്ചതമ്പുരാനെ പേടിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ആവശ്യത്തിനും പ്രയോജനപ്രദമായ കാര്യങ്ങൾക്കും മാത്രമേ ഈ ഒരു ഡിവൈസ്, ഈ ഒരു ഉപകരണം അവൻ ഉപയോഗിക്കുകയുള്ളൂ. മോശപ്പെട്ട പൈശാചികതയിലേക്ക് ഒരിക്കലും അവൻ കടന്നു പോവുകയില്ല. കാരണം അത് നമ്മുടെ നല്ല സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളയും, നമ്മുടെ സ്വഭാവത്തെ താറുമാറാക്കി കളയും. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ മുഴുവനും, അതായത് 8 വയസ്സും 9 വയസ്സും 10 വയസ്സും ആയ കുട്ടികളെ മുഴുവൻ ഫസാദാക്കി നടക്കുന്ന ഒരു തൊപ്പിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആ തൊപ്പിക്കാരനുള്ള സ്വീകത? നിങ്ങളെപ്പോലെയുള്ള പ്രായമുള്ള കുട്ടികളാണ് തൊപ്പിക്കാരൻ്റെ വലിയ അനുയായികൾ. സഹോദരന്മാരെ, വൃത്തികേട്, ഏറ്റവും വലിയ നീചവും നികൃഷ്ടവുമായ സ്വഭാവം ഈ സമൂഹത്തിൽ പരത്തുന്ന വെറും പൈശാചികതയാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. മാതാപിതാക്കളും മറ്റാളുകളുമൊക്കെ, അധ്യാപകരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. പല സ്ഥലങ്ങളിലും അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ വീരാരാധകനായി ഈ തൊപ്പിക്കാരനെ നമിച്ച് അവനെ ബഹുമാനിച്ച് നടക്കുകയാണ് നമ്മുടെ ഇളം തലമുറയിലെ ചെറിയ കുട്ടികൾ. സഹോദരന്മാരെ, ഇത്തരം പിശാചുക്കളെ അകറ്റി നിർത്താനും
നന്മയിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് മാനസികമായ കരുത്തും വൈജ്ഞാനികമായ ആ പ്രതിരോധവും നിങ്ങളിൽ ഉണ്ടാക്കാനാണ് ഈ ഒരു ടീൻ സ്പേസ് എന്ന് പറയുന്നൊരു പരിപാടി കേരളത്തിൻ്റെ 14 ജില്ലകളിലും നിങ്ങളെപ്പോലെയുള്ള നൂറുകണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളിവിടെ പങ്കെടുക്കുന്നത് പോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വലിയൊരു ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പെൺകുട്ടികളും ഇതേ പ്രകാരം ടീൻ സ്പേസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ, അതിൽ കിട്ടുന്ന വിജ്ഞാനങ്ങൾ, നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള നോട്ടുകൾ അതിൽ എഴുതി വെക്കണം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിഞ്ഞാലും ആവശ്യമായ ദുആകളും പ്രാർത്ഥനകളും ആയത്തുകളും ഒക്കെ നിങ്ങൾ പഠിക്കണം. കാരണം ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നമുക്ക് ശരിയായ ശിക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് സാധിക്കും. നിങ്ങൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിലൊരു ആയത്തില്ലേ, ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു വഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഫിത്തിയത്തുൻ ചെറുപ്പക്കാർ, ആമനു ബിറബ്ബിഹിം ചുറ്റുപാടുകളും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും ബഹുദൈവാരാധകന്മാരും ഒക്കെ ആയ സന്ദർഭത്തിൽ ആ വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ഒരു കൂട്ടം യുവാക്കൾ അവർ പറഞ്ഞു, ആമനു ബിറബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദൻ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല ജീവിതം നയിച്ചപ്പോൾ നാം അവർക്ക് സന്മാർഗം ഏറ്റിക്കൊടുത്തു, വർദ്ധിപ്പിച്ചു കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, ആ ചെറുപ്പക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകർക്ക് അങ്ങനെയാണ്, ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടോടെ അവർക്കിടയിൽ അള്ളാഹു ഹൃദയ ഐക്യമുണ്ടാക്കി പരസ്പരം ബന്ധപ്പെടുത്തി കൊളത്തി വെച്ചു. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്താണ് ഗുണം? ഒരുത്തൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം വരുമ്പോൾ അത് മറ്റുള്ളവരൊക്കെ സഹായിക്കും. അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവനെ സഹായിക്കും. അവൻ രോഗിയായാൽ അവർ ചെന്ന് സന്ദർശിക്കും. അവൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ എല്ലാവരും സഹായിക്കും. ഈ രൂപത്തിൽ പരസ്പര ഹൃദയബന്ധമുള്ളവരാക്കി അവരെ മാറ്റി. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു, അവർ തയ്യാറായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നു. വഖാലു, എന്നിട്ട് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ് ആരാണ്? ആകാശ ഭൂമികളുടെ രക്ഷിതാവാണ്. ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ, ആ അള്ളാഹുവിനെ ഒഴിവാക്കി വേറെ ഒരു ഇലാഹിനെയും, ഒരു ദൈവത്തെയും, ഒരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ഞങ്ങൾ ദ്വാരക്കുന്നതും ഞങ്ങൾ ചോദിക്കുന്നതും ഞങ്ങൾ യാചിക്കുന്നതും ഞങ്ങൾ അപേക്ഷിക്കുന്നതുമൊക്കെ ഏകനായ പടച്ചവനോട് മാത്രം. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത, അങ്ങനെ അള്ളാഹു അല്ലാത്തവരോടാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ അക്രമമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അക്രമമാണ്. അതുകൊണ്ടാണ് ശിർക്ക് ദുൽമ് എന്ന് പറയുന്നത്. സഹോദരന്മാർ, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്കിവിടെ പഠിപ്പിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ യുവജനതയെ ആ സാഹചര്യങ്ങളിൽ ആ നാട്ടിൽ ഉള്ള ദിഖ്യാനുസ് രാജാവിൻ്റെ പരിവാരങ്ങളും ആ നാട്ടിലെ ജനങ്ങളും ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെയും അക്രമത്തിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുവഹിദുകളായ യുവാക്കളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഒരു ധാർമ്മികമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ നിങ്ങളുടെ റോഡും നിങ്ങളുടെ പള്ളിക്കൂടവും നിങ്ങൾ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾ നന്നായാൽ ആണ് ലാ യളുറുക്കും അല്ല ഇദഹ്തദൈതും, നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ വഴികേടുള്ളവർ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇന്നത്തെ പരിപാടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം, ശ്രദ്ധിച്ച് കേൾക്കണം. പരസ്പരം സംസാരിക്കുകയോ ഉറങ്ങുകയോ കളിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഈ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ടീൻ സ്പേസ് പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.